ഇതാണ് നമ്മുടെ ആമ്പല്. ഇതിനാണ് മാറ്റാൻ പോണേ. ഇതില് ഓൾറെഡി 3 മുട്ട എങ്ങാണ്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു മുട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളില് ഇവിടെ ഉണ്ട് ഒരു മുട്ട്. അയ്യോ, ഇവിടെ എവിടെ ഉണ്ട് ഒരു മുട്ട്. ഇത് ക്ലിയർ ആവണില്ലാന്നറിയാം. അതെ, ഇവിടെ ഉണ്ട് ഒരു മുട്ട് പോലെ, അതുണ്ട് കേട്ടോ. പിന്നെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ അതെ, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് വീണതാ. നമ്മളാദ്യം വിചാരിച്ചത് ഇതൊക്കെ ഉണ്ടായി എന്താ പോയിട്ട് നമുക്ക് മാറ്റാന്ന്. പക്ഷെ ഇത് നിൽക്കണില്ല, മുട്ട വിരിഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം എന്തായാലും ഇതിലവർ തിങ്ങിയാണ് നിൽക്കുന്നത്. പിന്നെ അതേ ഇതൊരെണ്ണം ഉണ്ടായി. ഇതിനെ വേറെയിലായിരുന്നു വെച്ചേ, അത് തിങ്ങിയിട്ട് പിന്നെ തീക്ക് മാറ്റി. ഇതൊന്നും അറിയോ, തുടക്കയുടെ സാധനമാണ്. നമുക്ക് ചട്ടിയൊന്നും ഇല്ലാത്തോണ്ട് തുടക്കണേൽ തുടക്കണ ആ സാധനം കേടായപ്പോൾ അതിലായിരുന്നു വെച്ചേ. ഇനി എന്തെങ്കിലും നമുക്കിതേ ഈ വലുതേക്ക് ഇതിപ്പോൾ ഞങ്ങൾ ചെടിയൊന്നും അറിയണ്ട, എനിക്ക് ഇട്ടതാണ്. അപ്പം ഇതിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൽ നിന്ന് ചെളി നിറയ്ക്കാനായിട്ട് പാടത്തേക്ക് പോകണം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടാണ്. അവിടെ ചെളി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ പോയി നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ടാവാൻ അറിയില്ല. ഒരു സൈക്കിൾ ഉണ്ട്, ആരും ഇവിടെ ഉണ്ട്, പക്ഷെ എവിടെയാണെന്നറിയില്ല. വാഴത്തോട്ടം ഇവിടെ ഒരു കുളം ഉണ്ടായി, എവിടെ പോയി എന്നറിയില്ല. പണ്ടെങ്ങാണ്ട് വന്നതാണ് ഇതിൻ്റെ കൂടെ. ഈ കുളത്തിൽ അട്ടയല്ലേ അട്ടയുണ്ടായി, അതുകൊണ്ട് പിന്നെ ഈ കുളത്തേക്ക് ആരും ഇറങ്ങലൊക്കെ നിർത്തി. പക്ഷെ പണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആ ടൈമിലൊക്കെ ഇവിടെ ചെളി എടുക്കാനാണ് എന്ത് ആമ്പല് നടാൻ ചെളി വേണം. ഭഗവാൻ അറിയാം, ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കാണുന്നത്. ഈ കാട്ടിലൂടെയാണ് നമ്മൾ വന്നത്. എന്നിട്ട് ഇവിടെ ആകെ ഇതാണ് കുളം. ഈ കാണുന്നതാണ് നിങ്ങൾ. ഇപ്പോൾ പായലൊന്നും വേണ്ട, ഉള്ള പായൽ തന്നെ സഹിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ ഇപ്പം ആരും ഇറങ്ങാണ്ട്. മീനും ഉണ്ടാവട്ടാ, നമുക്ക് മീനിനെ പിടിച്ചാലമ്മേ. മീനുണ്ടോയെന്നറിയില്ല. എവിടെ നിന്നാ ചെളി എടുക്കുക? ഈ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് സംഭവം നടത്താൻ. ഇപ്പം നമ്മൾ കുളം കാണാൻ വന്നതാണ്. പണ്ടെങ്ങാണ്ട് വന്ന് കുളിച്ചിട്ട് നോക്കാം. ഇവിടെ കുളം കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നമുക്ക് പാടത്തെത്താം. ഇവിടെ വലിയ ഒരു പാടമുണ്ട്, വീടിൻ്റെ അടുത്തായാലും ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ആരും കൃഷി നടത്തുകയാണ് വയസ്സിൽ. കൊല കൊല ഇവിടെ വേണം. ഇവിടെ ചായക്കണം. പാടം മാറി മണ്ണായി. മെല്ലപ്പാ വന്നിട്ടുണ്ടാവില്ല, നോക്കിയെടുക്കട്ടോ. എന്താ കണ്ട അതോട് നമ്മൾ ചെടിയുള്ള സ്ഥലങ്ങളില്ല. ഇവിടെ ചെളികളൊക്കെ ഉണ്ടെങ്കിലും ഇതാണ് ചെളി എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് അമ്മത് മണലാണ് ചെടിയാണോ. വെള്ളത്തിന് നല്ല തളവുണ്ട്, പക്ഷെ നല്ല ചൂടാണ്. ഇത് ചെളിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കണ്ടിട്ട് വേറെന്തോ മണ്ണലാന്നാ പറയുന്നത്. മണ്ണല് സാധാ മണ്ണ് കട്ടയായി കിടക്കില്ലേ, കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തൊക്കെ ഇതും ചെളി പോലെ ഉണ്ടോയെന്ന് വെച്ചാൽ വല്ലാണ്ടില്ല. എന്നാലും നമുക്കിപ്പോൾ ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഇതന്നെ എടുക്കേണ്ടി വരും. ഇവിടെ ആകെ പുല്ലല്ല, സാധനത്തിൻ്റെ പേര് കാരണം ചെളി മണ്ണല്ലേ. പാടൊക്കെ ഇല്ലാണ്ട് ഇവിടുത്തെ. ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് മണ്ണെടുക്കാൻ പോവാം. ഇവിടുത്തെ മണ്ണായിട്ട് ഫീൽ ചെയ്യാം, ചെളിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ചെളിയുള്ള വേറെ പാടം അന്വേഷിച്ച് പോവാണ്. കുറച്ചും കൂടി നീങ്ങിയിട്ടാ, അതുകൊണ്ട് വഴിയുമ്പോൾ പോകണം. അടുത്ത സ്ഥലത്തേക്ക് പോകാനും. ഇവിടെ ഒരു പാടുണ്ട്. ഞാൻ പെട്ടെന്നാണ് ആലോചിച്ചത് ഇവിടെ ഒരു പാടുള്ള കാര്യം. ഞാൻ മറന്നിരിക്കുന്നു.
ഇവിടെ 2018 ഒരു പോയ സ്ഥലമാണ്. ആ ഓർമ്മയാണ് എൻ്റെ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ചാണകം കിട്ടി. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്തായി വെള്ളമായി എല്ലാം ആയി. എനിക്ക് തോന്നുന്നു ഇവിടെ കിടുന്നത് ഉണങ്ങിയ ചാണകം, ഫ്രഷ് ചാണകപ്പൊടിയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി കടയിൽ പോയി വാങ്ങി പൈസ വാങ്ങേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ തോറ്റിയൊന്നും പോയി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നൈസായിട്ട് മീനുണ്ട്. ഞാൻ നടന്ന് വന്നപ്പോൾ സൗണ്ട് കേട്ടിട്ട് അവർ പോയി. ഐ തിങ്ക് അതിൻ്റെ അടിയിലാന്ന് തോന്നുന്നു. ഈ നടക്കാൻ്റെ അവിടെ ഒരു സ്ലാബ് ഇട്ടുണ്ട്, അതിൻ്റെ അടിയിലേക്ക് അവർ ഒളിച്ചിരിക്കുകയാണ്. അവര് ഞാൻ കണ്ടു. വലിയ ഭംഗിയാന്നല്ല, കളറുള്ള സാധാ പാടത്ത് കാണുന്ന മീനില്ലേ അതന്നെയാണ്. എന്നാലും നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നില്ലേ. പെട്ടെന്ന് ഹായ്. ഈ പാടത്ത് നട്ടുച്ചയ്ക്ക് ഈ വെള്ളം ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നല്ല തണവാണ്, നല്ല തണവുണ്ട്. ഒരു ബക്കറ്റ് നിറച്ചെടുത്തുണ്ട്, മതിയാവുന്ന വേണം. ഈ ബക്കറ്റിൽ ചെറിയ ഓട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉപകാരമാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ. കാരണം വെള്ളം കുറച്ച് വെക്കും. ഓട്ടം എന്ന് പറഞ്ഞാൽ വലിയ ഓട്ടമൊന്നുമില്ല, അതിൽ കൂടെ പോകാനായിട്ട്. ഒരു കുഞ്ഞോട്ട വെള്ളം പോകാനായിട്ട് അവിടെ നിറം. അങ്ങനെ ധാരാളം പാടാണെങ്കിലും അവർക്ക് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അടിയിലാണ് ഞാൻ മീനിനെ കണ്ടേ. അപ്പം കിട്ടിയ സാധനങ്ങളും കൊണ്ട് വീട്ടിൽ വന്നു. ഇപ്പം ഈ അമ്പലിനെയാണ് മാറ്റിയത്. ഇതങ്ങാണ്ട് കുക്കിങ്ങിൽ അതുപോലെ ചാണകമുണ്ട്, ആട്ടുകാട്ടുണ്ട്, പിന്നെ കുറേ ചെളിയുണ്ട്, അമ്പലുണ്ട്. നമ്മളിതിനെ ഇരിക്കുന്നു. ഇപ്പം നമ്മൾ ആദ്യം ചാണകമല്ല ചെളി ആദ്യം എടുത്ത സ്ഥലത്ത് നിന്നുള്ള ചെളി എടുത്തിടാം. ഇത് മണലായതുകൊണ്ട് അത് ലാസ്റ്റ് ഇടണേ, അല്ല ആദ്യം തന്നെ ഇടണേ, ഐ മീൻ ഏറ്റവും അടിയിൽ ഇടണേ. അതിൻ്റെ മുകളിലേക്ക് ചാണകം, പിന്നെന്തായിരുന്നു മറ്റേ ആട്ടുംകാട്ടം അതൊക്കെ എടുത്തിടുന്നുണ്ട്. അതൊക്കെ എടുത്തിടാം ആണ്. അങ്ങനെ നമ്മൾ സാധനം ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവർക്കും കുക്കിംഗ് ഷോ ചെയ്യണ പോലെ തോന്നും. അതല്ല, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ചാണകം, എന്താ അയ്യോ ആ സാധനത്തിൻ്റെ പേരെന്താ, ആട്ടുംകാട്ടം, അതൊക്കെയാണ്. അതുകൊണ്ട് കുക്കിംഗ് ഷോ അല്ല. ആദ്യം നമ്മൾ ചാണകം അത് കഴിഞ്ഞ് ആട്ടുംകാട്ടം അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ ചെളിയിടും. കാരണം ആ ചെളി ഇട്ടില്ലെങ്കിൽ ആട്ടുംകാട്ടം വെള്ളം ഒഴിക്കുമ്പോൾ അത് പൊന്തി കിടക്കും. അപ്പം അതൊരു നമുക്ക് യൂസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അടിയിലിടുന്നത്. അല്ലെങ്കിൽ അത് ഇങ്ങനെ പൊന്തി ഒഴുകി പോവും വെള്ളം ഒഴിക്കുമ്പോൾ. ഇതെല്ലാം ചെയ്തത് ഞാനല്ല, അമ്മയാണ്. സംഭവം എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമല്ല, ഐ മീൻ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളത് അമ്മയ്ക്കാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആമ്പൽ വെക്കാൻ പോകണം. ഇപ്പം എല്ലാം നിറച്ച് സെറ്റാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് അങ്ങനെ തന്നെ വെക്കാനാണ് കഷ്ടപ്പാടിലാണ് അമ്മ. ഇപ്പതേ അതിനെ കടയോട് അങ്ങനെ തന്നെ കിട്ടുമോ നോക്കണം, കിട്ടിയിട്ട് വേണം അങ്ങനെ തന്നെ വെക്കാൻ. അതിൽ നമ്മൾ വിചാരിച്ചാൽ അത് ഇത് മാത്രം കണ്ട ആ മുട്ടൊന്നും വെച്ചോണ്ടത്. ഇതൊരു മുട്ട, അവിടെ ഒരു മുട്ട. ഇപ്പം ഇത് വിരിയാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മുട്ടുണ്ട് ഇതിൽ. അതായിരുന്നു കുറച്ചാളത്തേക്ക് നമ്മളത് മാറ്റണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് മാറ്റണ്ടെന്ന് വിചാരിക്കും, പിറ്റേ ദിവസം കാണാം അടുത്ത മുട്ട വരുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു. പിന്നെ ഇനി എന്തായാലും ടൈം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ഇവിടെ ഇരിക്കും. അപ്പോൾ എന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചു. എന്തോ ഭാഗ്യത്തിന് ഇത് അങ്ങനെ തന്നെ കിട്ടി, അല്ലെങ്കിൽ ആ മണ്ണൊക്കെ വിട്ട് ക്യാമറ പിടിക്കൂ വെച്ച്. ഇനി ഇതുമ്പോൾ ജസ്റ്റ് മണൽ ഇടും, ഐ മീൻ ഇത് തെളിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ ചെളി വെള്ളമായിട്ട് കിടക്കും, ഒരു വൃത്തി ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇലുണ്ട് അത്യാവശ്യം വെള്ളവും തെളിഞ്ഞ് നിൽക്കുന്നില്ല, ഇങ്ങനെ ചെളിയായിട്ട് തന്നെ നിൽക്കേണ്ടി വരും. ചെളിയും അമ്മയുടെ കണ്ടുകിട്ടാ പൊട്ടത്തൊക്കെ വെച്ച് പറയും. ഈ
ഇപ്പം അമ്പലിനെ അതിൻ്റെ ഉള്ളിലേക്ക് താഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. മണല് കാരണം അത് തെളിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടി വൃത്തിയിലിരിക്കും. ചിലപ്പോൾ വൃത്തിയില്ലാണ്ട് ചെളിയായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ മണലിട്ട് കൊടുത്തത്. ഇനി വേറെ കുറച്ച് പാത്രം തുടയ്ക്കണ സാധനം വെച്ചുണ്ടാക്കിയതാക്കാം. അതിൽ ഒരമ്പലിൽ തന്നെ ഒരമ്പലിൻ്റെ പാത്രത്തിൽ തന്നെ കുറേ അതിൻ്റെ സൈഡുണ്ട്. അപ്പം അതിനെ മാറ്റിയതാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ചുണ്ടായുള്ളൂ ഞങ്ങളുടെ കയ്യിൽ ചെളി. അപ്പോൾ ഇതിന് കുറച്ച് കുറവാണ് ചെളിയൊക്കെ. അതൊക്കെ എന്നിട്ട് വെള്ളമൊഴിച്ച് 2 ദിവസം കഴിയുമ്പോഴേക്കും നന്നായി തെളിഞ്ഞ് വരാം. അതുവരെ ഇങ്ങനെ ചെളിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിച്ച് അതിനൊക്കെ ഒന്ന് പൊക്കി കൊടുക്കുക. കാരണം ആ മണ്ണിട്ടോടത്തൊക്കെ ഇലയമ മണ്ണിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇലയമണ്ണ് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് ഇലയ്ക്കൊന്ന് പൊന്നിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് തെളിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് കാണിച്ചു തരാം. ഇതാണിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വീടെടുത്ത്. ഇതിലിപ്പോൾ പൂക്കളൊക്കെ നല്ല ചെറുതായിരുന്നു ആദ്യം. ഇതിൽ നിന്നൊക്കെ കാണുന്നത് അത് ഉഷാറായിട്ടുണ്ട്. മറ്റേ പാത്രത്തിലേക്കുള്ള ഇലകളുണ്ട് ചെറിയത്. ഇപ്പോൾ വലുത് വെക്കുമ്പോൾ ഇലകൾ വലുതാവും, കുറച്ചും കൂടി വലിപ്പമുണ്ടാവും. ആ പാത്രത്തിനനുസരിച്ച് ഉണ്ടാവും ഇതിൻ്റെ വലിപ്പം. പിന്നെ ഇതിൽ ഇട്ടേക്കുന്നത് മാങ്ങ ചാണകപ്പൊടി, പിന്നെ ആട്ടുംകാട്ടം, ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇനി കുറേ പേര് എല്ലുപൊടി ഇടും. കാരണം അതിന് കുറച്ചും കൂടി നല്ലതാണ്. ഇലകൾക്കായാലും പൂവിനായാലും കുറച്ചും കൂടി നല്ലതാണ് അത് ഇടുന്നത്. ഇപ്പം നമുക്ക് ഇടാൻ ഇവിടെ ഇടാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അതിൽ അതും കൂടി ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.